एनडीए सूरतगढ़े यहां जब यूडीएफ की सरकार थी तो सोलर स्कैम की चर्चा होती थी। आज एलडीएफ सत्ता में है तो सीएमआरएल स्कैम छाया हुआ है। सबरीमाला मंदिर की लूट में भी इनकी पार्टनरशिप देखिए। एलडीएफ के लोगों पर गोल्ड की लूट के आरोप है तो यूडीएफ के लोगों पर लूटे हुए गोल्ड को बेचने के आरोप लग रहे हैं। പ്രിയപ്പെട്ടവരെ, കേരളത്തില് യുഡിഎഫ് ഭരണത്തിലിരുന്നപ്പോൾ അവർ അധികാരത്തിലിരുന്നപ്പോൾ സോളാർ അഴിമതിയായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് ഇടതുഭരണം സിഎംആർഎൽ അഴിമതിയുടെ നിഴലിലാണ്. ഇന്ന് സിഎംആർഎൽ അഴിമതിയാണ് കേരളത്തിൽ ചർച്ച. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ രണ്ടു കൂട്ടരും പങ്കാളികളാണ്. ഇടതു നേതാക്കൾ ആരോപണ വിധേയരായത് സ്വർണ്ണക്കൊള്ളയിലാണ് എങ്കിൽ, ശബരിമലയിൽ നിന്നും സ്വർണം കടത്തിയതിന്റെ പേരിലാണ് എങ്കിൽ, മോഷ്ടിച്ച സ്വർണം വിൽക്കുന്ന കാര്യത്തിൽ, അത് കടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണ വിധേയരായിരിക്കുന്നത്. एनडीए सूरतगढ़े यहां एक तरफ यूडीएफ है जिसका नेतृत्व वो कांग्रेस कर रही है जो अब एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है। कांग्रेस केरल में चुनाव जीतने के लिए जमात और इसके जैसे अन्य संगठनों पे उसके भरोसे वो कुछ करना चाहती है। ऐसी पार्टियां जो अपने कट्टरपंथी एजेंडे से केरलम की शांति को भंग करना चाहते हैं, कांग्रेस, एमएमसी कांग्रेस उनको सपोर्ट करती है। दूसरी तरफ एलडीएफ का तो पीडीपी जैसा कट्टरपंथी पार्टी के साथ पुराना नाता है। ये वही पीडीपी है जिसके नेता यहां यूथ में एक्सट्रीमिज्म फैलाने में आगे रहते हैं। इसलिए आपको यूडीएफ और एलडीएफ दोनों से सावधान रहना है. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തില് യുഡിഎഫിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇന്ന് എംഎംസി ആയി മാറിയിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ അധികാരം പിടിക്കാൻ, തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിക്കുകയാണ്. ഇത്തരം പാർട്ടികൾ തങ്ങളുടെ വിഘടനവാദ അജണ്ടകൾ കൊണ്ട്, വിഘടനവാദ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിന്റെ സമാധാനമില്ലാതെയാക്കാൻ നോക്കുന്നവരാണ്. ഇന്ന് അവർക്ക് എംഎംസി കോൺഗ്രസ് അവർക്ക് പിന്തുണ നൽകുകയാണ്. നേരെ മറിച്ച് അപ്പുറത്ത് ഇടതുമുന്നണിയാകട്ടെ പിഡിപി പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായി അവർക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, യുവാക്കൾക്കിടയിൽ തീവ്രവാദം പടർത്തുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഇതേ പിഡിപിയുടെ നേതാവാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ഈ രണ്ട് മുന്നണികളെയും അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. एनडीए सूरतगढ़े कांग्रेस और लेफ्ट की इन साजिशों के बीच बीजेपी एनडीए का लक्ष्य देश का विकास है, केरलम का विकास है। केरलम में बनने वाली बीजेपी एनडीए सरकार यहां के विकास के लिए दिन रात एक कर देगी। डबल इंजन सरकार में केरलम डबल स्पीड से आगे बढ़ेगा। आप इतनी बड़ी तादाद में आए, ये दिखा रहा है कि आने वाले चुनावों में हवा का रुख क्या होगा। मैं आप सबका बहुत बहुत आभार व्यक्त करता हूं. प्रियപ്പെട്ടവരെ,
ഈ രണ്ട് മുന്നണികളുടെയും ഗൂഢാലോചനയ്ക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് നാടിന്റെ വികസനമാണ്, കേരളത്തിന്റെ വികസനമാണ്. കേരളത്തിൽ ഉടൻ വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാർ കേരളത്തിന്റെ വികസനത്തിനായി രാപ്പകൽ അധ്വാനിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. കേരളത്തിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി കേരളം ഇരട്ടി വേഗത്തിൽ കുതിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ വലിയ സംഖ്യയിൽ ആൾക്കാർ വന്നിരിക്കുന്നു എന്നത് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിന്റെ കാറ്റ് എങ്ങോട്ടാണ് എന്നതിന്റെ തെളിവാണ്. मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की, वंदे 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 वंदे। മാറാത്തത് ഇനി മാറും, കേരളം വളരും എന്ന ഉജ്ജ്വലമായ മുദ്രാവാക്യം നമുക്ക് തന്ന നരേന്ദ്രമോദിജിക്ക് ഈ കേരളത്തിന്റെ 1000 നന്ദി, 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. മോദിജിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്താനായി BJPയുടെ എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ KS ഷൈജുവിനെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഏറെ ആദരണീയായിട്ടുള്ള മോദിജി, മറ്റ് ാണ് NDAയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. ഇടതു വലത് മുന്നണികൾക്കെതിരെ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് അദ്ദേഹം തുടക്കമിടുന്നത്. കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ് ആയെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസിന് UDFനെതിരായ നീക്കം കൂടിയായി അദ്ദേഹം അത് മാറ്റുന്നു. അതേസമയം മുമ്പ് തന്നെ ഇത്തരം മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളവരാണ് കേരളത്തിലെ ഇടതുപക്ഷം CPM എന്ന ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഇരു മുന്നണികൾക്കെതിരെയും കടുത്ത നീക്കങ്ങളാണ് നടത്തുന്നത്. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയും ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുമാണ് രണ്ട് മുന്നണികളും പരിശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.